ഹായ് ഫ്രണ്ട്സ്, ഒലീവ് ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലാവൻഡർ സോപ്പാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്മെല്ലുള്ള ഒരു ലാവൻഡർ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഷിയ ബട്ടറിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇത് 10 സോപ്പ് ഉണ്ടാക്കാനുള്ളതാണ്. 1 കിലോ ബേസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പിയേഴ്സിൻ്റെ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു മോൾഡും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ 1 കിലോ ബേസ് ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ സോപ്പ് ബേസ് കട്ട് ചെയ്ത് ആ പാത്രം ഇറക്കി വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദാ കുറേശ്ശെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ വേർപെടുത്തി കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് സോപ്പ് ബേസ് ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം ഈ പാത്രം കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് അലിയുന്നതിനനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്ര കളറ് വേണം അതൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കി ചേർത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ, അതേപോലെ തന്നെ വിറ്റാമിൻ ഇയുടെ ഓയിൽ, അതേപോലെ ഗ്ലിസറിന്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 30 ഗ്രാം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്തിട്ട് ഞാനത് സ്റ്റൗവിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. ഈ ബേസിന് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ലാവൻഡറിൻ്റെ പെർഫ്യൂമാണ്. പിന്നെ ഇതിലേക്ക് ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടും. അപ്പോൾ അതാ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തണുക്കുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ ഇത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും ബേസൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ നല്ല കട്ടിയും ഉണ്ടാകും, അതേപോലെ തന്നെ നല്ല പതയും ഉണ്ടാകും. പിന്നെ അതിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല പത ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഇത് തീരുന്നത് വരെ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടില്ല. അത്രക്ക് സ്മെല്ലാണ് ഇതിന്. ഇനിയിപ്പോൾ ഇതൊരു 1 മണിക്കൂറിന് ശേഷം ഈ മോൾഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതാ വെയിങ് മെഷീനിൽ 0 ആക്കിയതിന് ശേഷം ഇതൊന്ന് വെയിറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒക്കെ 100-ൽ കൂടുതൽ ഗ്രാമുണ്ട്. 108, 107, 105 ഇതേപോലെ തന്നെയാണ് ഓരോന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ സോപ്പാണ്. എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്ന സോപ്പാണ് ഈ ലാവൻഡർ സോപ്പ്. അപ്പോൾ അതാ 10 എണ്ണം ഞാൻ ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തൊരു സ്റ്റിക്കറും കൂടെ ഒട്ടിക്കാനുണ്ട്. അതും കൂടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോപ്പുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോളുകൾ ഒഴിവാക്കുക. നല്ല ക്വാളിറ്റിയുള്ള സോപ്പാണ്. ഉപയോഗിച്ച് നോക്കിയവരാണ് വീണ്ടും വീണ്ടും ഇത് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് തന്നെയാണ്. നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒലീവ് ഓർഗാനിക്സ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.